ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കിംഗ് ടെക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യാനാണ്. നിങ്ങളെല്ലാവരും കണ്ടല്ലോ, അടിപൊളി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നല്ല ക്രിസ്പി ആയിട്ട് എന്തെങ്കിലും കഴിക്കണമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒനിയൻ റിങ്സ് ആണ്. ഒനിയൻ റിങ്സ് എന്ന് പറയുമ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും കഴിക്കാൻ, നല്ല ചൂടോടെ കഴിച്ചാൽ അടിപൊളിയായിരിക്കും. നമുക്ക് എന്തായാലും എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇനിയും പലരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, അവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ചുവന്ന ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വരുന്നതായിരിക്കും. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കഴിച്ചപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ ഒരു ഉള്ളി എടുത്തു. ഉള്ളിയാണ് നമ്മുടെ മെയിനായിട്ട് വേണ്ട സാധനം. ഉള്ളി എടുത്തിട്ടുണ്ട്, അതിന് നമുക്കിനി റിങ്ങായിട്ട് മുറിക്കണം. അപ്പോൾ നമുക്ക് രണ്ട് സൈഡും കളഞ്ഞിട്ടുണ്ട്. നമുക്കിതിനെ എങ്ങനെ മുറിച്ചെടുക്കാം. ഇനി ഇതിനെ നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ടാക്കാം. ഇതുപോലെ എടുത്തിട്ട് അതിൻ്റെ റിങ് മാത്രമായിട്ട് നമുക്ക് എടുക്കാം. ഇങ്ങനെ റിങ്ങാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം എല്ലാം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ഏറ്റവും ഉള്ളിലുള്ളത് മാത്രം നമുക്ക് മാറ്റി വയ്ക്കാം, അത് ആവശ്യമില്ല. ഈ പുറത്തുള്ളത് മാത്രം ഇങ്ങനെ റിങ്ങാക്കിയിട്ട് എടുത്തിട്ട് നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ബൗൾ എടുക്കാം. നമ്മൾ ഇതിൻ്റെ ബാറ്റർ ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് കോൺഫ്ലോർ ആണ്. ഫസ്റ്റ് കോൺഫ്ലോർ നമ്മൾ ഇതുപോലെയുള്ള സ്പൂണിൽ ഒരു 6 സ്പൂണ് കോൺഫ്ലോർ ഇടാം. 6 സ്പൂണ് കോൺഫ്ലോർ ഇട്ടുണ്ട്. ഇനി അടുത്തെടുക്കാൻ പോകുന്നത് മൈദയാണ്. മൈദ ഏകദേശം ഒരു 4 സ്പൂൺ ഇടാം. 4 സ്പൂണ് മൈദ ഇട്ട് കൊടുക്കാൻ പോകണം. ഇനി ഇതിലോട്ട് നമുക്ക് 1 സ്പൂണ് വെളുത്തുള്ളി ചതച്ചതാണ് ഇടാൻ പോണ്. അപ്പോൾ 1 സ്പൂണ് ഗാർലിക് ഇട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് കുറച്ച് മുളക് പൊടി എടുക്കാം. മുളക് പൊടി ഏകദേശം ഇതിൽ 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഒരുപാട് സ്പൈസ് വേണ്ട എന്നുള്ളവർ അതിനനുസരിച്ച് ഇട്ടാൽ മതി. ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഏകദേശം റെഡി ആയിരിക്കുകയാണ്. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇനി നമുക്കിതിനെ മാറ്റി വയ്ക്കാം. ഫ്രണ്ട്സ്, അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോണത്, നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച റിങ്സ് ഉണ്ടല്ലോ, ഒനിയൻ റിങ്സ്, അതെടുത്തു. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോണത്, നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്ററില്ലേ, ഈ ബാറ്ററിലോട്ട് ഇതിങ്ങനെ മുക്കി കൊടുക്കണം. നല്ലപോലെ ഇങ്ങനെ മുക്കിയിട്ട് അപ്പം തന്നെ നമ്മളിത് എടുത്ത് വെച്ചിരിക്കുന്ന ഓട്സാണ്. ഓട്സ് ഒരു ബൗളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഓട്സിലോട്ട് ഇങ്ങനെ മുക്കിയിട്ട് നല്ലപോലെ എല്ലാ സൈഡും നല്ലപോലെ ഒന്ന് ഇതാക്കി കൊടുക്കുക. ഇങ്ങനെ കണ്ടില്ലേ? അതിന് ശേഷം നമുക്കിത് എടുത്ത് വയ്ക്കാം. അപ്പം ഇതുപോലെ നമ്മുടെ ഉള്ള ബാക്കിയുള്ള എല്ലാ ഒനിയനും നമ്മളിങ്ങനെ ചെയ്യണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ എല്ലാ റിങ്സും ഇതുപോലെ ആക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സംഭവം പാകമായിട്ടുണ്ട്. ഇനി നമ്മളിത് എണ്ണയിൽ വറുത്തെടുക്കുക വേണ്ടു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ സാധനത്തിന് നമുക്ക് 1 മാസം വരെയൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം എടുത്തിട്ട് വറുത്തിട്ട് അങ്ങോട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിനി എന്തായാലും ഇത് വറുത്തെടുക്കാം. അപ്പോൾ ഞങ്ങൾ സ്റ്റൗവിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് നേരെ വറക്കാം. മീൻസ് അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് വറുത്തെടുക്കാം. എണ്ണ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് 2-3 മിനിറ്റിൽ പെട്ടെന്ന് ആയി കിട്ടും. ഇപ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ആവട്ടെ. 2-3 മിനിറ്റ് ഇങ്ങനെ വെച്ച് എടുത്താൽ മതി, നല്ല ക്രിസ്പിയായി കിട്ടും.
അപ്പോൾ നമ്മുടെ ഒണിയൻ റിങ്സ് റെഡി ആയിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. അത് കണ്ടില്ലേ, നടുവിൽ നല്ല സോസൊക്കെ തേച്ചിട്ട് നല്ല ക്രിസ്പി ആയിരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതുപോലെ ഇങ്ങനെ മുക്കിയിട്ട് ഭയങ്കര ക്രിസ്പിയാണ് നോക്കിയോ, ഭയങ്കര ക്രിസ്പി ആയിട്ട് വരുന്നുണ്ട്, അടിപൊളിയുണ്ട്, സൂപ്പറായിട്ടോ. ഈ മഴയത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ഇതുപോലെ ക്രിസ്പി ആയിട്ടോ സാധനം കഴിക്കുക എന്ന് പറഞ്ഞാൽ പൊളി സംഭവമാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ എന്തായാലും എല്ലാവിടെയും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഭയങ്കര ഒരു 5 to 10 മിനിറ്റിൻ്റെ പണിയുള്ളൂ ചെയ്യാൻ. ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാം. അതേപോലെ ഒരു ചായയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഉഷാറായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഒരു ചായ കൂടെ കുടിക്കണം. എന്തായാലും എല്ലാവരും വീണ്ടും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കിടലം വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡ് കാണുന്നവരേക്കും ടാറ്റാ.